കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം കടത്തിയ യാത്രക്കാരനും കടത്ത് സ്വർണം കവർച്ച ചെയ്യാനെത്തിയ സംഘവും പിടിയിൽ. ഖത്തറിൽ നിന്നും ഇന്ത്യയിലേക്ക് 56 ലക്ഷം രൂപയുടെ സ്വർണം കടത്താൻ ശ്രമിച്ച കുറ്റ്യാടി സ്വദേശി ഫസലും ഇയാളെത്തിച്ച സ്വർണം കവർച്ച ചെയ്യാനെത്തിയവരുമാണ് പിടിയിലായത്. കടത്ത് സ്വർണം കവർച്ച ചെയ്ത് തുല്യമായി പങ്കിട്ടെടുക്കാനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത്. സോണൽ കൃഷ്ണയുണ്ട്. സോണൽ, എന്താണ് ഈ വാർത്ത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? കരിപ്പൂർ വിമാനത്താവളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു വിമാനത്താവളമാണ്. അതിൽ ഈ ഒരാഴ്ചക്കിടെ തന്നെ ഇത് 5-ാമത്തെ സംഭവമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രധാനമായി 56 ലക്ഷം രൂപയുടെ സ്വർണം കടത്തിയ യാത്രക്കാരനും അതുപോലെ തന്നെ ഈ സ്വർണം അതായത് പുറത്തെത്തിയതിനു ശേഷം കടത്താൻ ശ്രമിക്കുന്ന 6 പേരുൾപ്പെടെ ഉള്ള ഒരു സംഘത്തെയാണ് പ്രധാനമായി പിടികൂടിയിട്ടുള്ളത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഖത്തറിൽ നിന്ന് എത്തിയതാണ് ഇയാൾ. അതായത് പാനൂർ സ്വദേശികളായിട്ടുള്ള 6 പേരാണ് ഇതിൽ പദ്ധതിയിട്ടുകൊണ്ട് ഇയാളെ കാത്തുനിന്നത്, വിമാനത്താവളത്തിന് പുറത്ത് കാത്തുനിന്നിരുന്നത്. ഇയാൾ എത്തിയതിന് തുടർച്ചയായിട്ട് ഇവർ ഈ സ്വർണവുമായി കടന്നു കളയാനായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ എയർപോർട്ട് പരിസരത്ത് അസ്വാഭാവികമായിട്ട് ഇവരെ കണ്ടതും അതിനെ തുടർന്ന് മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് അവരുടെ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ചെന്നെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. പാനൂർ സ്വദേശികളായിട്ടുള്ള നിതിൻ, അഖിലേഷ്, മുജീബ്, അജ്മൽ, മുനീർ, നജീബ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. എന്നാൽ സ്വർണവുമായി ഖത്തറിൽ നിന്നെത്തിയത് കുറ്റ്യാടി സ്വദേശിയായിട്ടുള്ള ഫസൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇയാളിൽ നിന്ന് തട്ടിയെടുക്കാനാണ് മറ്റ് 6 പേര് അടങ്ങുന്ന സംഘം എയർപോർട്ടിന് പുറത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതായത് ഈ സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള സംഭവം തുടർച്ചയായി ഉണ്ടാകുന്നു. അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന കാര്യം ഈ എയർപോർട്ട് പോലീസും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ തുടർച്ചയായിട്ട് സജ്ജീകരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. എന്നാൽ അതിലൊന്നും പെടാതെ ഇയാൾ പുറത്തെത്തിയതിനോടെയാണ് പുറത്തുള്ള സുഹൃത്തുക്കളെ പിടികൂടി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഉൾപ്പെടെ നടക്കുന്നത്. രജനി, ശരി, സോണലാണ് വിവരങ്ങൾ നൽകിയത്.